തനിക്കെതിരെ സുപ്രീം കോടതിയിൽ കേസ് നടത്താൻ മാത്രം സർക്കാർ 1.5 കോടിയിലേറെ ചെലവിട്ടുവെന്നാണ് മുസ്ലിം ലീഗ് നേതാവ് KM ഷാജി വ്യക്തമാക്കിയത്. ഇത് തിരിച്ചടയ്ക്കാൻ മുഖ്യമന്ത്രി തയ്യാറാണെന്നും KM ഷാജി പറഞ്ഞു. +2 കോഴ കേസിൽ ഹൈക്കോടതി വിധിക്ക് ശേഷം തന്നെ സമീപിച്ചത് മുഖ്യമന്ത്രിയുടെ ഗുഡ് ബുക്കിൽ ഉള്ള ആളാണ്. അയാളുടെ പേര് ഷാജി വെളിപ്പെടുത്തിയിട്ടില്ല. സൗമ്യനായ മനസ്സിന് ഉടമയാണ് അയാളെന്നും KM ഷാജി വ്യക്തമാക്കി. ദുബായിൽ നിന്ന് തിരിച്ചെത്തിയ ഷാജി കൊച്ചിയിലാണ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. പിണറായിക്കെതിരായ പരാമർശങ്ങൾ അവസാനിപ്പിക്കണമെന്നായിരുന്നു CPMന്റെ ആവശ്യം. തനിക്ക് സിംഗിൾ ചങ്കാണ്, നല്ല നട്ടലും ആത്മബലവുമുണ്ട്. തനിക്കെതിരായ കേസിലെ വിധിയിൽ സുപ്രീം കോടതി മുഖ്യമന്ത്രിയുടെ പെടലേക്ക് പിടിച്ച് തള്ളുകയാണ് ചെയ്യുന്നതെന്നും കേസ് വിജയിച്ചാൽ അതല്ലായിരുന്നു സർക്കാർ ലക്ഷ്യമെന്നും ഷാജി വിമർശിക്കുന്നുണ്ട്. പലതവണ കായികമായി ആക്രമിക്കാൻ ശ്രമം നടന്നതായും ആരോപണമുണ്ട്. അതേസമയം KM ഷാജി കൈക്കൂലി ആവശ്യപ്പെട്ടെന്ന മൊഴികളൊന്നുമില്ല എന്ന് സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഷാജി പണം ചോദിച്ചു എന്ന് ഒരു മൊഴിയെങ്കിലും കാണിച്ചു തരാമോ എന്നാണ് സുപ്രീം കോടതി ചോദിക്കുന്നത്. 54 സാക്ഷിമൊഴികൾ പരിശോധിച്ചതായും ഇങ്ങനെയാണെങ്കിൽ എല്ലാ രാഷ്ട്രീയക്കാരെയും എളുപ്പത്തിൽ കേസിൽ പ്രതിയാക്കാമല്ലോ എന്നും കോടതി ചോദിക്കുകയാണ്. കള്ളപ്പണ നിരോധന നിയമവുമായി ബന്ധപ്പെട്ട് ED ഷാജിക്കെതിരെ എടുത്ത കേസ് ഹൈക്കോടതി റദ്ദാക്കിയതിനെതിരെ നൽകിയ ഹർജിയും സുപ്രീം കോടതി തള്ളുകയായിരുന്നു. അന്വേഷണം പൂർത്തിയാക്കാതെ കേസ് റദ്ദാക്കിയത് ശരിയായില്ല എന്നാണ് സംസ്ഥാനത്തിന്റെ വാദം. കണ്ണൂർ ജില്ലയിലെ അഴീക്കോട് ഹൈസ്കൂളിന് +2 അനുവദിക്കാൻ 2014 KM ഷാജിക്ക് മാനേജ്മെന്റ് 25 ലക്ഷം രൂപ കൈക്കൂലി നൽകി എന്നായിരുന്നു ആരോപണം. ഇത് ചൂണ്ടിക്കാട്ടി CPM പ്രാദേശിക നേതാവ് 2017 മുഖ്യമന്ത്രിക്ക് പരാതി നൽകുകയായിരുന്നു. 2020 പരാതിയിൽ വിജിലൻസ് കേസ് രജിസ്റ്റർ ചെയ്ത് തുടർന്ന് ED കേസെടുത്തു.